10 കോടി എന്നപ്പോ മറന്നോളല്ലേ നീ എന്നെ. ഞാൻ ചെന്നിപ്പോ ഒന്ന് മൂളി കഴിഞ്ഞാൽ ദർശയൊക്കെ ഇപ്പൊ ഇവിടെ വീഴും. തന്റെ വീണു. നീ നിന്റെ വിചാരം എന്താ? ഞാൻ മാലിഞ്ചുരുട്ടി നിന്റെ പുറകെ വരുന്നോ? തെക്കോട്ട് നോക്കിയിരുന്നോ? ചേ അന്ന് ഞാൻ വയ്യാതാണ് ഐ ലവ് യു പറഞ്ഞായിരുന്നേ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലേ ദർശനെ. നാട്ടുകാരൊക്കെ അറിഞ്ഞ കേട്ടോ. ഇതിപ്പോ ഞാൻ നിന്റെ നല്ലല്ലേ. അതിന്റെ ഡ്രസ് മാറിക്കോ. അപ്പൊ എന്തായാലും കണ്ണാപ്പിക്ക് പെണ്ണ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ എന്റെ ആണിനെ വിളിച്ചോണ്ട് വരാം. അപ്പൊ ശരി. ഹലോ ഹലോ ദർശു, വേറെ ആരെയോ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ബീച്ച് സൈഡിലുണ്ട്. ഞാനിവിടെ ഉണ്ടല്ലോ ബീച്ച് സൈഡിൽ. അവിടെ ദർശു ഞാൻ കണ്ടില്ലല്ലോ. ഇവിടെ ഒരു പച്ച കാറൊക്കെ പറന്നു പോകുന്നുണ്ടോ? അയ്യോ ഞാൻ മുതുക്കിന്റെ വാതിക്കുണ്ട് ദർശു. മുതുക്കിന്റെ വാതിക്കലോ? ഓക്കെ ഞാൻ വരുവാണ്. ഞാൻ ഒരു സംഭവം ഒന്ന് സ്റ്റാർട്ട് ആക്കിട്ട് വരാവേ. ഓക്കെ ശരി 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 ശരി. ഹലോ ഹലോ. എടാ മാക്കേ അളിയാ. അളിയ എവിടെ? എന്തൊരു പരിപാടി? അങ്ങനെ വിളിക്കൂ. ലവ് സോങ് ലവ് സോങ്. അതെ അതെ ഓർമ്മയില്ലേ ഇപ്പല്ലേ പ്രൊഫഷക്ക്. എടാ മാക്കേ 10 കോടി കിട്ടിക്കഴിഞ്ഞാലേ ബെസ്റ്റ് ഫ്രണ്ടിനെ മറക്കുന്നവരുണ്ടോ അവിടെ? ബെസ്റ്റ് ഫ്രണ്ടിനെ മറക്കും, പക്ഷെ ഞാൻ എന്റെ ബേബിനെ മറക്കൂല. ജീപ്പൻ എന്താ അയച്ചേട്ടാ? കണ്ണാന്ന് പറഞ്ഞ അമൽകുമാറിനോ 111 രൂപ ജീപ്പേ. താങ്ക്സ് സോച്ചറോ. ഷോ കഴിഞ്ഞ ആരാണ്? പേരെന്താണ്? 10 കോടി എന്നപ്പോ മറന്നോളല്ലേ നീ എന്നെ. 10 കോടി നാളെ 10 കോടി കിട്ടിക്കഴിഞ്ഞാ നീ നിന്റെ തന്തയെ മറക്കുമല്ലോടി. തന്തയില്ലാത്തവനെ എന്താ അത് മറ്റേ സംഭവം നോക്കിയാ നടന്നില്ല. ഞാൻ പേടിച്ചു പോയി. ഇങ്ങനെയൊക്കെയാണോ ചെയ്തത്? ഒരു മുന്നറിയിപ്പൊക്കെ തരട്ടെ. പേടിച്ചു പോയി ഞാൻ. അതെ അതെ ഇവിടെ ദർശനൊക്കെ വിളിച്ചു തന്നല്ലോ. അത് പിന്നെ എന്ത് കാണിക്കാനാണ്? അല്ല നിന്നെ പോലെ പൂവും കൊടുത്തേ പ്രപ്പോസ് ചെയ്തില്ലല്ലോ. എവിടെ പൂ കൊടുത്ത്? ഞാൻ നിന്നോട് ആണോ? ദർശു ഇവിടെ ദർശു 10 കോടി കിട്ടിക്കഴിഞ്ഞാലേ ദർശു ചിലരെ പൂവും പൊക്കി പിടിച്ചോണ്ട് ചെല്ലും പ്രപ്പോസ് എന്ന് പറഞ്ഞ്. അല്ലാതെ തുണി പൊക്കി പിടിച്ചോണ്ടല്ലേ പൂവല്ലേ പൊക്കി പിടിച്ചേ? തുടങ്ങിട്ട് ഞാൻ പറഞ്ഞു നിന്നോട് അപ്പൊ തന്നെ. എന്താണ് എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കാലഘട്ടത്തില് ഞാൻ മനസ്സിലായേ? എനിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട. അതിന് അന്ന് ഫ്രണ്ട്ഷിപ്പ് വേണ്ട. ശരി ബൈ. ഓക്കെ ഒരാളെ പറ്റിച്ചിട്ട് നെഞ്ചു പിരിച്ച് നടക്കാം. ഇതൊക്കെ പുതിയ ജെൻസി ട്രെൻഡ് ആയിരിക്കും. ദർശന 10 കോടി അല്ലാന്ന് പറഞ്ഞ ദർശന ആരെങ്കിലും പ്രപ്പോസ് ചെയ്യോ? ഇല്ല. ഇവിടെ ചിലര് ചെയ്യും ദർശന. നമുക്കൊരു ലവ് ഫെയിലിയർ സോങ് കേട്ടാലോ? അമൽകുമാറോ താങ്ക്സ് 457 രൂപ ജീപ്പേ. താങ്ക്സ് സോ മച്ച് ബ്രോ. ദർശനെ കൊല്ലി ഞാൻ. താങ്ക്സ് സോ മച്ച് ബ്രോ. താങ്ക്സ് സോ മച്ച്. അല്ല ഞാൻ കാര്യം ചോദിച്ചോട്ടെ, എനിക്കൊരു ജീവിതമുണ്ട്. അപ്പൊ ഞാൻ എന്തിനാ ഫ്രണ്ടിനെ മറക്കണേ? അതൊന്ന് പറ. ഞാൻ പറയട്ടെ ഞാൻ എന്തിനാ മറക്കുന്നേ? ഞാൻ പറയട്ടെ ഞാൻ 10 സിയാറിനെ പ്രപ്പോസ് ചെയ്തത്. എനിക്കവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പ്രപ്പോസ് ചെയ്തത്. എന്താണ് നീ പറഞ്ഞേ? എനിക്കവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പ്രപ്പോസ് ചെയ്തത്. അപ്പോഴോ ഒന്നുകൂടെ പറയടി. എനിക്കവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പ്രപ്പോസ് ചെയ്തത്. അപ്പോഴോ പറ. അപ്പൊ നമുക്ക് എന്ത് പറയാനാ ദർശു? കറക്റ്റ് ടൈമിംഗ്. കറക്റ്റ് ടൈമിംഗാ. അതെ അല്ല ആ കുട്ടിക്ക് അവനെ ഇഷ്ടമായതുകൊണ്ടാണ് പ്രപ്പോസ് ചെയ്തത്. അവനോട് ജീവിച്ചോ അവനോട് ജീവിച്ചോ അവനോട് ജീവിച്ചോ എന്നോട് ജീവിച്ച എന്നെ മകനിലാക്കല്ലേ. ഞാൻ ദേശക്കാരനാ. അതിന്
ദർശന ഇത് കേക്കണം ദർശന. ഞാൻ ഫുൾ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്ന് പറയണം. ദർശന ഞാൻ ദർശനക്ക് ഒരു ഫോട്ടോ അയച്ചേ. ദർശന ഒന്ന് കണ്ടു നോക്കണേ. ദർശന ഞാൻ പറയണൊന്ന് കേക്ക് ദർശന. എന്റെ കൂടെ വാ ദർശന ഒന്ന് വാ. ദർശന ഇപ്പൊ ഫോട്ടോ അയച്ചേ. ഞാൻ നോക്കണേ. ദർശന ഇത് ഞാൻ എങ്ങനെ സഹിക്കും ദർശന? ദർശന മോശമായി പോയി. അല്ല എന്തിനാ ഇത് നാട്ടുകാർ മൊത്തം അറിയട്ടെ. എല്ലാ പേജിലും കിടട്ടാണിത്. കണ്ണാപ്പി അങ്ങനെ എന്തെങ്കിലും ഞാനൊരു 20 കോടി തരാം. നിങ്ങൾക്ക് കണ്ണാപ്പിനെ പ്രപ്പോസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല. തള്ളി പറഞ്ഞ ഒരാളെ ഞാൻ എങ്ങനെ ചെയ്യാനാ? അയ്യോ ഇവളുടെ പ്രപ്പോസൽ ഇട്ടിട്ടാണല്ലോ എനിക്ക് വീട്ടിൽ അറിയാൻ. നിന്നെ കാട്ടി നല്ല ചുളി ചുളി പോലുള്ള പിള്ളേരെ എനിക്ക് കിട്ടൂടി. 2 വർഷമായിട്ട് കിട്ടില്ലല്ലോ. കിട്ടി മൂഞ്ചിരിക്കല്ലായിരുന്നോ? വലിയ മിണ്ടല്ലേ നീ? 2 വർഷം പെണ്ണിനെ നോക്കാഞ്ഞിട്ടാ ഞാൻ ചെന്നിപ്പൊന്ന് മൂളി കഴിഞ്ഞാൽ ദർശയൊക്കെ ഇപ്പൊ ഇവിടെ വീഴും. അന്നൊന്ന് കാണല്ലോ. നീ ഒന്ന് മൂള് മൂളടാ. അന്റെ വീണു. എന്താണ് കണ്ടോടി മൂളി വീണു. ഞാനും മൂളി കണ്ടല്ലോ. പറഞ്ഞിട്ട് 115 രൂപ അമൽകുമാർ ബ്രോ. അതങ്ങനെയല്ല, ഞാൻ പ്രപ്പോസ് ചെയ്തല്ല. പിന്നെ എന്ത് നീ ഇപ്പൊ വഴക്കുണ്ടാക്കുന്നേ? വന്നപ്പോ നിനക്ക് രാവിലെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു, ഇപ്പോഴാണ് നിനക്ക് പ്രശ്നം. രാവിലെ എനിക്ക് ഞാൻ അടിച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റപ്പോ അതിന് ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ ഓർത്തില്ല. കാരണം ഫിറ്റ് ആകുമ്പോൾ പെരുമാറി കഴിഞ്ഞാൽ അത് മറ്റേ വെള്ളം അടിച്ചിട്ട് മറ്റേ പെരുമാറുന്ന പോലെ ഭർത്താക്കന്മാരെ പോലെ ഇരിക്കും ഞാൻ. മനസ്സിലായോ? ഭർത്താവോ? ആ എവിടെ ഭർത്താവ്? ആരുടെ ഭർത്താവ്? ഭർത്താവല്ല പറഞ്ഞാണ്. ഞാൻ പറഞ്ഞ അത് ദൈവം എനിക്കിട്ട് പടി തന്നാ. നീ എന്തിനാ നിനക്കൊരു 10 കോടി വരാന്ന് പറഞ്ഞാലാടാ നീ പ്രപ്പോസ് ചെയ്യുവാടാ ഏതെങ്കിലും പെൺപിള്ളാരെ? കണ്ണാ ഞാൻ നിനക്ക് വേണ്ടിയാണ് പൈസ ഉണ്ടാക്കാൻ പോയെ, ഓർമ്മ വേണം. അയ്യോ ഞാൻ ലോറി ഓടിച്ചോളാടി. ഞാൻ ലോറി ഓടിച്ച് പൈസ ഉണ്ടായിക്കോളാം. നീ അങ്ങനെ പണിക്ക് പോയി പൈസ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതാ ആണോ? മനസ്സിലാവത്തില്ല. എന്നാ 60 കോടി 60 കോടി ആടി 60 കോടി ആടി. പൈസ ഉണ്ടാക്കട്ടെ. നീ അല്ലേ 10 കോടി പോലും ഉണ്ടാക്കാൻ പോകുന്നത്? എനിക്കിപ്പോ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്നാ പോ കൊറേ നേരമായി. പിന്നെ നീ നിന്റെ വിചാരം എന്താ? ഞാൻ മാലിഞ്ചുരുട്ടി നിന്റെ പുറകെ തെക്കോട്ട് നോക്കിയിരുന്നോ? ഇല്ല കണ്ണയാത്രക്കാരനല്ല, കണ്ണൻ സിഗ്മയാണ്. കണ്ണൻ പെമ്പിള്ളാറ് പറയാൻ നടക്കത്തില്ല കേട്ടോ. കുട്ടി ഇച്ചിരി ആണെങ്കിൽ മാറുന്നു. ഞാൻ പെണ്ണാണ്, പക്ഷെ ഞാൻ അവന്റെ ഫേക്ക് ഫ്രണ്ട് ആണ്. ആര് ചുറ്റുപടി? ആര് എന്നെ വിളിച്ചേ? ദർശനെ വിളിച്ചാ? പിന്നെ അവള് ചുറ്റുപടി വിളിക്കുമ്പോ ഞാൻ തിരിച്ചു നോക്കണല്ലോ. പോയി പ്രശ്നമേ വീഡിയോ ഉണ്ടല്ലോ. ബോബോയ്ക്കുന്നേ അവര് സംസാരിക്കും. ബോബോയ്ക്കുന്നേ അളിയാ ഇന്നേ അളിയാ ദൈവം അവൾക്ക് 10 കോടി തരാന്ന് പറഞ്ഞപ്പോഴേ അവള് ചെയ്ത പരിപാടി തോന്നുന്നുണ്ടോ? നീ എനിക്ക് നമ്പര് തന്നെ നീ മേളി ദൈവം ഉണ്ടേ. സ്പോട്ട് കിക്ക 2 മണിക്കൂർ പോകും. നമ്പരാ തരാൻ പറ്റാത്തല്ലായിരുന്നടാ. ഞാൻ ആൾട്ടിന് ഒരു വിൻഡോക്ക് അടിച്ചോണ്ടിരുന്നേ. ആണല്ലേ? നന്നായി ബുദ്ധിയുള്ളവരാടാ നീ. നീ വന്നേ ഒരു കാര്യം പകുതി പോയൊക്കെ എടുക്കണെന്ന് പറഞ്ഞു 333 അയച്ചിട്ട് ശിവനെ ഇപ്പൊ വിളിക്കാം. നീ നമ്പരാ 333 രൂപ. അമൽകുമാർ അമൽകുമാർ കൊറേ ആയത് 10,500 രൂപ ആയി കേട്ടാ. എന്നാ അടയാ അച്ഛൻ ഇത് എന്താ? നീ എന്ത് കാര്യം പറ മച്ചു? ഇത് നീ വെയിറ്റ് ചെയ്യ്. പോയി വന്നില്ല
ഞാനിത് എങ്ങനെ സഹിക്കണമെന്ന് നീ ഇത് പറഞ്ഞു തരണം. എടേ ഷിബു അളിയ അബീത് ബ്രോ കേട്ടോ. എടാ കുട്ട മൈരയും എടാ അബീത്തെ കുണ്ണ നീ വന്നോ? 2 ദിവസം എവിടെ വന്നടാ? ആരെ കുമ്പിക്കാൻ പോയേക്കോടാ അവരാതി? അവിടേക്ക് അവിടേക്ക് വണ്ടിന്ന് ഇറങ്ങ്. ഇതെന്താ ഈ റേഡിയോയിലേക്കുന്നേ? അല്ല ഓൾട്ടി വെക്കുവാ. നമ്പർ ഒന്നില്ലേ? കോണ്ടാക്ട് സേവ് ചെയ്യ. എന്റെ ആയി അയക്ക് മെസ്സേജില്. നിനക്ക് ഇങ്ങോട്ട് അയച്ചെന്താ? എനിക്ക് വരുന്നില്ല നിന്റെ നമ്പര്. എന്താ വണ്ടു നമ്പര് പറ്റിയ പിന്നെ ആണായിട്ടുണ്ട് കേട്ടോ. 181 തന്നെ ആയിരുന്നു ഇത്. താങ്ക് യു 200 rupees ഓവർ ചാർജ്. ഇതുംബ്രോ പിന്നല്ല ഇന്നത്തെ ഫസ്റ്റ് അല്ല. ഇത് ഞാൻ എങ്ങനെ സഹിക്കോളിയാ? പ്രപ്പോസ് ചെയ്താ 10 കോടിക്ക് വേണ്ടി 10 കോടിക്ക് വേണ്ടി ഒരു പൊട്ടനെ പ്രപ്പോസ് ചെയ്യാറാ. അവള് പ്രാങ്ക് ചെയ്തോന്ന്. ഇതാണ് പ്രാങ്ക് എന്ന് ഞാൻ ഒരു പ്രാങ്ക് ചെയ്യട്ടെ? ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചു വരുത്തി അങ്ങ് മറ്റേ വായി തുണിയും തിരികെ വെച്ചിട്ട് ഞാൻ അങ്ങനെ കൊല്ലട്ടെ? എന്നിട്ട് അവസാനം പറയും ഇത് പ്രാങ്ക് ആരെന്ന് പറയട്ടെ? അക്സെപ്റ്റ് ചെയ്യോ? നീ പറ്റൂല അക്സെപ്റ്റ് ചെയ്യാൻ. എങ്ങനെയാണ്? അത് ശരിയാണ്. കാരണം കഴിഞ്ഞ ദിവസം അവൾക്ക് പറഞ്ഞോ താങ്ക് യു സോ മച്ച് പറഞ്ഞേ. ഒരു രസം പറഞ്ഞേ ജീപ്പേ റൗണ്ടാക്കി 1000 രൂപ ചേട്ടാ. മുതുക്കി വെച്ചൊരു അവാർഡ് തരട്ടെ. ദർശനെ എന്റെ സൂപ്പർ ഉണ്ട് ഇതുപോലൊരു സാധനം. മനസ്സിലായോ? എനിക്കൊരു ചാലഞ്ച് കിട്ടി തിരിച്ചൊക്കെ ചെയ്താലോ? ദർശന പൂവൊക്കെ പിടിച്ച് നിന്നാ മതി സൈഡില്. എടേ ഉളപ്പില്ലാത്ത ആളെ നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചേ. നീ എന്റെ ഫ്രണ്ടൊക്കെയാ. പക്ഷെ കണ്ണാപ്പി എന്റെ ഫ്രൈക്ക് ഫ്രണ്ടാ. അപ്പൊ അവൻ കഴിഞ്ഞിട്ട് എനിക്ക് നിന്റെ കൂടെ നിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കണ്ണന്റെ കൂടെ നിന്നേ പറ്റുള്ളൂ. അത് 10 കോടിക്ക് വേണ്ടി പ്രപ്പോസ് ആയോ? നമ്മളോട് ഉണ്ടല്ലോ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോ എന്തായിരുന്നു? 10 കോടിയായിരുന്നു എന്റെ ആറ്റിറ്റ്യൂഡിന്റെ വില. 10 കോടിയാടാ. 10 കോടി. അതൊരു ചുണുങ്ങനല്ലേ? ഒരു ചുണുങ്ങനെ സിറ്റിയിലെ. എന്താ അവന്റെ മോന്താണ് ആദ്യം നോക്കട്ടെ. ആ നിന്നവന്റെ അയ്യോ റോസും പിടിച്ച് നിൽക്കുന്ന അവനെ ഒരു കിഴങ്ങനാണ്. അവനൊരു കിഴങ്ങനല്ലേ? വെണ്ണ കണ്ണാപ്പിക്ക് വാരി സ്ഥലം വരെ പോണം. തിരിഞ്ഞു നോക്കല്ലേ? സ്ട്രോങ് മൈൻഡ്. എന്റെ പട്ടി തിരിഞ്ഞു നോക്കും. തിരിയില് ഒരു വല്ലി ശ്രീവല്ലിയോ അല്ലെങ്കിൽ വേറെ വല്ലി പെണ്ണിന്റെ പേര്. ഞാൻ മുടിയൊക്കെ മാറ്റിട്ട് വരാം. വേണ്ട ഇത് തന്നെ മതി. ശ്രീവല്ലി അല്ല വേറെ ആരും. ദർശന വന്നാലേ അവൾക്ക് പൊളിയത്തുള്ളു. അവള് ഗുഡ് ബൈ. ഗുഡ് ബൈ. അവളുടെ പുതിയതായിട്ട് വേറെ ഗേളായിട്ട് വരാ. തമിഴൊക്കെ പറഞ്ഞു വരാം. വേണ്ട വണ്ടി വലിയ ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും വേണ്ട. നീ വണ്ടി കയറ. അവിടെ വണ്ടി കയറ്റി വണ്ടി കയറ്. ദർശ വണ്ടി കയറ്. നേരെ നമ്മുടെ ഇടത്തര മലയിലോട്ട് വിട്ടാടാ. ഇല്ല മാറിയടാ. റോളക്സ് ജാസ് അത് ഉപദ്രവിക്കണോ? അത് പാവല്ലേ? എന്താടാ കണ്ണന് വിഷമായി. ഫീലിങ്സ് ഉള്ളവർക്ക് വിഷമാവും. മറ്റേ അവള് ജീവിതകാലത്ത് ഹലോ
എന്താരാ ഏരയാ വണ്ടി ചോട്ടെ എവിടെ ഉണ്ട് ഇനി മെസ്സേജ് ആ ഏറെ പറയൂ മുതുക്കിലോ ഞാനിപ്പോ വിളിക്കാന്നോ എന്താടാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് പറഞ്ഞാൽ മതി ചേട്ടാ. ഓക്കെ വാ ഓ അവന്റെ ഒലിപ്പിക്കാൻ അമരാവതി എടാ അഭിയത്തെ കുണ്ണേ എടാ പോട്ടിയടാ കുണ്ണയില്ലാത്തവനെ പെട്ടെന്ന് ആവട്ടെ. അൽമിയോറോ തൈന്നോട് 2 രൂപ സൂപ്പർ ചാറ്റ് ഇത് ഏതാടാ ഹെയർ ആരാടാ അണ്ണാബിയെ? ഹെരേന്നല്ല പറഞ്ഞേ എന്താണ് പേര് അത് ഹണി ട്രാപ്പ് എന്താന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. നീ നിന്നെ കൊണ്ടുപോയിട്ട് ഇത് എന്റെ പൈസ ഇല്ലല്ലോടാ പിന്നെ എങ്ങനെ ഹണി ട്രാപ്പ് ആവും. നീ എടി വെഡിങ് ഡ്രസ് ഉണ്ടല്ല ഓ കറക്റ്റ് പ്ലാന്റ് വരുന്നല്ലേടാ. എന്താ ഞാനും മാറ്റിയേക്കാടാ അതിട്ടോ അതിട് ദർശനയുടെ റിലേഷൻ ഇത് ഭംഗം വരുത്തില്ല. അതിട് എങ്ങാനും അല്ല തന്നെ എന്റെ ജീവിതം പണ്ടേ പോയതാകൊണ്ട് നിനക്കെങ്കിലും എന്നെ കൊണ്ടൊരു ജീവിതം ഉണ്ടാവട്ടെ. ഇതിപ്പോ ഇതിപ്പോ നമ്മള് തമ്മിൽ നല്ല മാച്ച് ഉണ്ടല്ല. ഞാൻ അവിടെ നിന്നിട്ട് എങ്ങനെ ഉണ്ടല്ലേ പറയുന്നില്ല അത് പറയാൻ പറ്റാത്ത എന്റെ വായി തോന്നുന്നേ. വേണ്ട പറയണ്ട ഓടെടുക്കത്തില്ല കട്ട് ചെയ്തവള്. അവളെന്റെ ഡ്രസ്സ് സസ്പെൻസ് ആയിട്ട് അവളെന്റെ ഡ്രസ്സ് കണ്ടിട്ട് പോണം. കണ്ടല്ലോ അവളെന്നെ കണ്ടല്ലോ മതി. അന്ന് ഞാൻ വയ്യാതെ നടന്നപ്പോ ഒരു ഐ ലവ് യു പറഞ്ഞായിരുന്നല്ലേ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലേ ദർശന? ആരാ ഐ ലവ് യു പറഞ്ഞായിരുന്നെങ്കിൽ അല്ല ദർശന അളിയാ അത് കൊള്ളാം അളിയാ ജുബ ഇട്ട കളിയാ അതിന് മുമ്പത്തെ ഇട്ട കളിയാ അതിന് മുമ്പത്തെ ഇട് അത് ഇട്ട് നോക്കിയളിയാ അത് ഇട്ട് നോക്കിയേ അളി ഒന്ന് ഇട്ട് നോക്കളിയാ ഒന്ന് ഒരു വട്ടം ഇട്ട് നോക്കത് എടാ ഒന്ന് ഇട്ട് നോക്കടാ പോയി അളി ഇട്ട് നോക്കളിയാ ഒന്ന് ഞാനല്ലേ പറഞ്ഞേ. ഇതെന്തിനാ ഈ ഗ്യാങ് ഡ്രസ് ഒക്കെ ഇടുന്നത്? നല്ല പറയാമാർക്കേടാ റെസ്ട്രിക്ഷൻ ആണല്ലായിരുന്നോ പ്രശ്നം? ഓ അത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ പെട്ടെന്ന് എടുത്ത് ഇടാനായിരിക്കും. ഇതെന്താ മനസ്സിലായില്ലേ? റെസ്ട്രിക്ഷൻ ഒക്കെ മാറി മാസായതാടാ. അത് ഇന്നലെ മാറിയല്ലോടാ. നീ ഇന്നലെ സിറ്റി കയറിയില്ലായിരുന്നോ? അപ്പൊ നീ ഗ്യാങ് ഡ്രസ് ഒക്കെ ഇട്ടൊന്ന് ഇറങ്ങണം. നീ വിട്ടോ കുറച്ച് ആവശ്യമുണ്ട്. അതിപ്പോ ഇത് കഴിയട്ടെന്ന്. ഇല്ല എനിക്ക് പറ്റൂല. എനിക്കിപ്പോ പോണം. അതിനിപ്പോ ആരായിട്ട് പ്രശ്നം? എനിക്കൊരാളായിട്ട് പ്രശ്നമുണ്ട്. ആരായിട്ടാ? നീ ഇട്ടോ ഒരു ഫോട്ടോ എടുത്തിട്ട് നീ അങ്ങ് പോക്കോ. ഒരു ഫോട്ടോ എടുത്താ മുടിയൊന്നും അയച്ചിടണ്ട. ഇത് തന്നെ മതി. പൂവും പിടിച്ചേക്കടി. പൂവും പിടിച്ചേക്കണ്ട. മറ്റേ ഇത് തുറന്നു വരത്തില്ലേ മറ്റേ മോതിരം തുറക്കുന്നൊരു സാധനം ഇല്ലേ? അയ്യോ അത് ഞാൻ പറഞ്ഞില്ലല്ലോ. മോതിരം തുറക്കുന്നതിന്റെ എടി പ്രപ്പോസ് ഒന്ന് അടിച്ചാ മതി. പ്രപ്പോസ് വാലന്റൈൻ. എടാ ഇങ്ങോട്ട് ചെയ്യണ്ട. നീ ഇങ്ങോട്ട് ചെയ്താ മതി. എന്നാലേ പ്രപ്പോസ് വാലന്റൈൻ ചെയ്.
അതിപ്പോ അതൊന്നും പ്രശ്നമില്ല ദർശന. അല്ല തന്നെ ഇപ്പൊ ഞാൻ മാറ്റാറ് മുഴുവൻ തുപ്പല് കേട്ടിട്ട് ഞാൻ നടക്കാം. അത് കൊഴപ്പില്ല, എടുക്ക്. എടാ ഇത് ഡ്രസ് കടയാന്ന് മനസ്സിലാവും, പുറത്തിറങ്ങി എടുക്കടാ. ഇതൊക്കെയാണോ? അല്ല ഇതുപോലെ അങ്ങോട്ട് പോയാലോടോ? അതോ അവിടെ മറ്റേ അതെ ഇവിടെ പിങ്ക് ട്രീ ഉണ്ട്, ഇവിടെ നിന്ന് എടുത്തോ. അപ്പൊ ഇച്ചിരി വൈഡ് ആയിട്ട് എടുത്തോ കേട്ടോ. ആ ദർശന മുട്ട് കുത്തിക്കോ. ഇങ്ങോട്ട് വാ. ഒരു കുഴപ്പമില്ല ദർശനം, പെട്ടെന്ന് സമയമില്ല നമുക്ക്. ദർശനം ഇങ്ങോട്ട് വാ. ഇത് എന്ത് ഇത് പ്രശ്നം ദർശനം? ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഈ ഫോട്ടോ എന്റെയിലും മണിന്റെയിലും മാത്രമേ കാണത്തുള്ളൂ. ആ പ്രപ്പോസ് അതറിയാതെ വന്നത് ദർശന. പെട്ടെന്ന് പ്രപ്പോസ്, ഇമോട്ടിന്റെ പ്രപ്പോസ്. നേരെയാക്ക് ഫോൺ. ഞാൻ എന്ത് ചെയ്യാനാ? എടാ ഇങ്ങനെ എടീ മുഖത്ത് രണ്ട് കൈയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഇമോട്ടൊക്കെ ഉണ്ടോ? ഇല്ല എനിക്കറിയത്തില്ലേ. ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. കെട്ടിയെങ്കിലും പിടിക്ക്. ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിട്ട് നാട്ടുകാരൊക്കെ അറിഞ്ഞേട്ടോ. ഇതിപ്പോ ഞാൻ നല്ല ഇല്ല ഞാൻ കെട്ടിപ്പിടിയൊന്നുമില്ല പെമ്പിള്ളാരെ. ഇതെന്താ? എടാ ഫോട്ടോ എടുത്തോ, നീ ഫോട്ടോ എടുത്തോ. ഇത് മതി. ഇനി എനിക്ക് അയച്ചേ, ഇനി എനിക്ക് അയച്ചേരാ. ഇനി എനിക്ക് അയച്ചാ അവൾക്ക് അയച്ചോളൂ. നീ ഡയറക്റ്റ് അയച്ചെടുത്തു, ഡയറക്റ്റ്. അതിന് ഡ്രസ് മാറിക്കോ. നീ കൺവിൻസിങ് ആണേ. ഹലോ പറ. പൂക്കിയോ? ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് ഇതൊക്കെ അല്ലേ ഇഷ്ടം. അതെ അതെ. എനിക്ക് ഇമേജ് റീഷെയർ ചെയ്ത് എന്ത് ഇതെന്നൊക്കെ. റിപ്ലൈ കൊടുക്കണ്ട. കണ്ണ കുണ്ണ എന്ന് വിളിച്ചെന്നെ മൊണ്ണയാക്കി നീ. പണത്തിന് വേണ്ടി എന്നെ മറന്ന് നീ അവന്റെ ഒപ്പം പോയില്ലേ. തങ്കം പോലുള്ള എന്നെ മറന്ന് നീ അവന്റെ ഒപ്പം പോയില്ലേ. ഞാൻ പണക്കാരനല്ലെന്നറിഞ്ഞ് നീ അവന്റെ ഒപ്പം പോയില്ലേ. കെട്ടിപ്പിടിച്ചൊരു കോമ്പിനേഷൻ. നിങ്ങളൊക്കെ എവിടെ കളിയാ? ഇനി വിളിച്ചാലും എടുക്കണ്ട. എവിടുന്ന് തപ്പി എടുത്ത് കണ്ണാ കാവ്യ അത് വിളിച്ച് കുറച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വേറെ പ്രശ്നം എന്ന് തീർത്തിട്ട് ഞാൻ തെറ്റി വിടുന്നുള്ളൂ. അതിന് ആദ്യം ദർശനെ കൊണ്ടുവന്ന് ഇറക്കില്ല, അവളും കൂടെ കൊള്ളേണ്ടി വരും അടിയപ്പോ അവിടെ. എന്തായാലും നമ്മളെ കൊള്ളാൻ പോണേന്നാണ് അപ്പൊ നീ പറയുന്നത്? കൊള്ളാൻ പോണേന്നല്ല, എന്തായാലും കൊള്ളുകയും ചെയ്യും കൊടുക്കുകയും ചെയ്യും.
കൊടുത്തും എടുത്തും പെടുത്തും മാത്രമാണ് കണ്ണൻ. എടാ പിന്നെ എടാ ഇവിടെ വെച്ച് ഞാൻ റോവെ കാണൂല അപ്പൊ എന്ത് പറയും? അപ്പൊ മൈൻഡ് ചെയ്യണ്ട. എന്ന് വിളിച്ചെന്നെ മൊണ്ണയാട്ടി അവളെ ലോറേനെ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യണ്ടായി. കണ്ണാപ്പിയുടെ കാര്യം ചോദിച്ചാൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഞാൻ പണക്കാരനല്ലെന്നറിഞ്ഞ് നീ അവന്റെ ഒപ്പം പോയില്ലേ കെട്ടിപ്പിടിച്ചൊരു മുട്ട തന്നിട്ട് നീ അവന്റെ വഞ്ചിക്കാനാണ് പിന്നെ എന്തിനാണ് എന്നെ ലഭ്യ പറഞ്ഞു പറ്റിച്ചത് പെണ്ണെ ഇതെന്ത് പാട്ടാണ് അതാ നിക്കുന്നത് കണ്ണാപ്പി അതാരാ? നേരത്തെ പ്രപ്പോസ് ചെയ്തല്ലോ അത്. അവൻ തന്നെ വന്നല്ലത് ചത്തു പോയാടി. ഇതെന്ത് കാറ്റു വീണ് എത്താ? ഇത് ബംഗാളിയാ മറ്റേ ഇത് അവിടെ നീ വരുന്നാടാ. ഈ കാലത്ത് ബംഗാളികളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. എടാ ഈ കാലത്തേടാ കറമയൊക്കെ ഇൻസ്റ്റന്റ് ആണല്ലേടാ. എന്താടാ കർമ്മയൊക്കെ ഇപ്പൊ ഇൻസ്റ്റന്റ് ആണ്, സ്പോട്ടിലാ ചത്ത് കിടക്കുന്നുണ്ടല്ലേ. എന്നാലേടാ പോയേ എനിക്കങ്ങനെ ഫീലാണ് എന്നോട് അങ്ങനെ അല്ലേ എനിക്ക് നമ്മള് എടാ ലോറാന്ന് പറഞ്ഞ ആൾ അങ്ങനെ ഒരാളെ അല്ലല്ലോടാ എക്സ്പെക്ട് ചെയ്ത്. ഞാൻ കയ്യിൽ പോയി നിക്കാണോ പോയെ വിഷമിക്കില്ലേടാ. പെണ്ണുങ്ങളല്ലേ ഇങ്ങനെയാടാ. ഞാൻ ലോറമ്മ അങ്ങനെ അല്ലെന്നാന്ന് ഓർത്തെ. പക്ഷെ അങ്ങനെ അല്ല മാറി. എന്നാലും കുഴപ്പമില്ല. എണീറ്റില്ലല്ലേ എന്നാലും ലോറൊരു 10 കോടിക്ക് വേണ്ടി ഒരു ചെറുക്കനെ പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാ ഇത്രയ്ക്ക് നിലവാരം ഇല്ലായിരുന്ന. നീയല്ലേടാ പറഞ്ഞത്? 10 കോടിയല്ല ചേട്ടാ, പിന്നെ ബുഗാട്ടി കാറാണ് ഇപ്പൊ ഓഫർ. അപ്പൊ 150 കോടിയാടാ. ഞാൻ പറഞ്ഞേ മേലെ മരുന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയാടാ ഇന്നെനിക്കത് മനസ്സിലായാടാ. ഞാൻ ആ തിയറിയിലൊന്നും വിശ്വസിക്കുന്നില്ലായിരുന്നു. ഇന്ന് ഇതോടെ ആയപ്പോ എനിക്ക് അതായത് എനിക്കതൊക്കെയാടാ. ഇത് മല്ലയ്യ, ഇത് വരുന്നേ മല്ലയ്യൻ ആരാന്ന്? ലോറേന്റെ ആരാ? ഞാൻ ലോറന്റെ കൂട്ടുകാരൻ. ഓ പയ്യല് ഇപ്പൊ വേണമെങ്കിൽ ചേട്ടനാക്കും. കൊറേ ദിവസമായി അനിയനാക്കും. ചേച്ചി വിളിച്ച് നടക്കാം. ഓ ഇതാരാ? അപ്പൊ ആരും അല്ല വലിഞ്ഞേറി നടക്കുവാന്ന് ചുരുക്കം. അതെ ചേട്ടാ ഇവിടെ നടക്കാൻ ആരും ഇല്ല ചേട്ടാ. അപ്പുറം കുറച്ചു ദിവസം കണ്ണൻ ചേട്ടൻ കൂട്ടി ഇപ്പൊ പറഞ്ഞിട്ട് തന്നെ. അത് സ്വഭാവം മനസ്സിലാവുമ്പോ അങ്ങനെയല്ലേടാ. എന്താ ആക്കാന്ന ചേട്ടാ, ജീവിക്കണ്ടേ? നീ എന്ത് ചെയ്തതാ കുട്ടീനെ? തല്ലിയോ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതങ്ങനെ ചത്തതാ. ഇപ്പൊ എന്റെ തലയിൽ ഇടല്ലേ? 10 കോലിക്ക് വേണ്ടിയാണ്. 140 10 ബുഗാട്ടി കാറ് 140 കോടിക്കില്. അതിപ്പോ എന്തിനാ? പ്രപ്പോസ് ചെയ്തിട്ട് കിട്ടി ഉച്ചക്ക്. കണ്ട് പഠിക്ക്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇങ്ങനെ നടന്നോ? കൊറേ ഉണ്ടാ. നമ്മള് ഈ 5 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടേ നമുക്ക് നിപ്പിരെ ചെറുതായിട്ട് പെടുക്കാനൊക്കെ പോവേ. 5 ലിറ്റേഴ്സ് ഒരാള് മേടിച്ചു തന്നതാന്ന് പറഞ്ഞ് കൊടുക്കാൻ നോക്കിയപ്പോ അവളെന്താ പറഞ്ഞെന്നറിയോ? അയ്യോ വേറെ ഒരാള് മേടിച്ചു തന്ന സാധനമൊന്നും ഞാൻ ഉപയോഗിക്കൂല, അതെന്റെ എത്തിക്സിന് പറ്റൂലെന്ന്. ഇത് പക്ഷെ അവർ നേടിയതാണ് ചേട്ടാ, അല്ലേ? മാറ്റി കൊടുക്കണല്ലോ. ഓ സത്യടാ, മറ്റേ എക്സിക്യൂട്ടീവ് നമ്മളോട് സംസാരിച്ചോ? അഡ്വാൻസ് മേടിച്ചതല്ലേ ചേട്ടാ? ഓക്കെ അല്ലേ? കുഴപ്പമില്ലടാ, ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. എനിക്ക് ഓക്കെയാണ്. താങ്ക് യു സാർ. ഓക്കെ. ദർശൻ എന്നെ പ്രപ്പോസ് ചെയ്താ? ദർശനെ പ്രപ്പോസ് ചെയ്ത്. ഉറപ്പാണേ? ഉറപ്പാ. കാണിക്കാൻ വേണ്ടിട്ടൊന്നും അല്ലല്ലോ? അല്ല. അപ്പൊ അതിന് കുഴപ്പമില്ല. അവനിപ്പോ ഇഷ്ടമുള്ള ഒരാളെ പ്രപ്പോസ് ചെയ്ത്. അല്ല ഞാൻ ഇഷ്ടം പറഞ്ഞിട്ടില്ലല്ലോ അവളോട്, ദർശനോടെ. നീ ഇഷ്ടം പറഞ്ഞോ മറ്റവനോടെ? ഇല്ലല്ലോ. ഇല്ല. ഞാനും ഇഷ്ടം പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് പ്രപ്പോസ് തന്നല്ലേ. അതായത് പൈസക്ക് വേണ്ടിയൊന്നല്ല കേട്ടോ. നിന്റെ വായ അടച്ചു വെക്കോ, നിങ്ങളുടെ വല്ലതും പറഞ്ഞ ഇത് നീ വിണ്ടരുത്. ബാക്കിയാണ് അപ്പക്കുട്ടിന് അയച്ചു കൊടുത്തോളാം ഇത് ഫോട്ടോ.
ആരാ ചേച്ചി അപ്പുക്കുട്ടെ? ഒരു കണ്ണനില്ല ഒരു തേങ്ങയില്ല അപ്പുക്കുട്ട അല്ല അപ്പുക്കുട്ട അറിയട്ടെ ദർശന. അപ്പൊ അറിയട്ടെ അല്ല അപ്പൊ അറിയട്ടെ. എന്താ പ്രശ്നം എന്താ? അപ്പുക്കുട്ട അറിയട്ടെ. പിന്നെ എന്നാ ഗോള് ഞാൻ തീർക്കാണ്. വൈദ്യക്ക് വേണ്ടി പ്രപ്പോസ് അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളെയാണ് ദർശന കളിയാക്കുന്നത്. പൈസക്ക് വേണ്ടി ഒന്നും അല്ല. നിനക്ക് പൈസ വേണമെങ്കിൽ 100 കോടി ചോദിച്ചാൽ ഇപ്പൊ നിന്റെ അക്കൗണ്ടിൽ 100 കോടി ഇട്ട് വരും. മനസ്സിലായോ? എന്നാ 100 കോടി ഇപ്പൊ വേണ്ട, നീ ഇനിയിപ്പോ വേറെ നീ പ്രപ്പോസ് ചെയ്തൊക്കെ പൈസ ഉണ്ടാകുന്നില്ല, അത് മതി. ദർശന നീ ഒരു കാര്യം, നീ ഇപ്പൊ തന്നെ അപ്പുകൂട്ടണം കിട്ടോ. അവർക്ക് എന്ത് പറ്റാനാ? ഒരു പ്രശ്നമില്ല. ദർശന എന്നെ ഡ്രൈഹാർഡ് ആയിട്ടാ സ്നേഹിക്കുന്നത്. ഡ്രൈഹാർഡ് അല്ലേ ദർശന? പിന്നെ നല്ലടാ പോയേ. നിലത്ത് വെച്ചാ ഉറുമ്പരിക്കും, തലയെ വെച്ചാ പേനരിക്കും എന്ന് പറഞ്ഞാടാ ഞാൻ ഇവിടെ നോക്കിയത്. വണ്ടി തൈടിച്ച പ്രശ്നാവേ, വണ്ടി ഇടിച്ച പ്രശ്നം. ഹലോ 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 എന്താ ബ്രോ? ഹലോ ബ്രോ, ഞാനല്ലേ വേറെ വഴി കൂടെ വണ്ടി കയറിയ വണ്ടി ഇറങ്ങടാ. വള്ളി പിടിക്കുന്ന വണ്ടി ഉണ്ട്. ഞാൻ വണ്ടി ഷിബുവാടാ ഷിബു ഓടിച്ച ദർശന പറഞ്ഞ ഞാൻ സംസാരിക്കാം ഒറ്റയ്ക്ക്. കണ്ണൻ ചേട്ടാ പിയാൻ പറ്റില്ല, അവളുടെ അടുത്ത് പോ സംസാരിക്കാം. അവൾക്ക് വേറെ ഉദ്ദേശിച്ചത് 100 എന്റെ വക ഒരു സംഭാവന, 100 കോടിയിലോട്ട് എന്റെ വക ഒരു സംഭാവന. 115 രൂപ ജീപ്പേ അവൾക്ക് വേറെ കുറച്ച് മാറ്റി. ദർശു വിട്ടാ വരാം. ദർശു വിട്ടാ വരാം. അതെന്താ നിനക്ക് ഇഷ്ടപ്പെടുന്ന ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതിനിപ്പോ ദർശു എന്താ? അതൊന്നാമത് എന്നെ പ്രപ്പോസ് ചെയ്ത് വെച്ചാ ഞാൻ എവിടെ പോയാലും അതിങ്ങനെ ബാക്കിന് വന്നോണ്ടിരിക്കും. വേണം നമുക്കൊന്ന് ഒറ്റയ്ക്ക് മാറിക്കാം. അവള് വരുമൊന്നും ഇല്ലയോ നോക്കാം. വാ കണ്ട അവള് വരുന്നുണ്ടോ? ഇച്ചിരി പ്രൈവസി ഒക്കെ തരണം. നിങ്ങൾ കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾ കാമുകം വരാൻ സമ്മതിച്ച് ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് പറയാനുള്ളത് കേട്ടിട്ട് പോവാലോ. പറഞ്ഞോ ലവർ അടുത്ത് നിന്നിട്ട് ബെസ്റ്റ് ഫ്രണ്ട് സംസാരിച്ചാ മതി. എന്താ കർണാക്ക് നീ കൊറേ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോടാ ഓരോന്നൊക്കെ മേടിക്കാൻ. പോവാ, ഞാൻ ഒന്നും മേടിക്കാൻ ബുദ്ധിമുട്ടില്ല. എന്താ ഒന്നോ രണ്ടോ പറഞ്ഞോ? കൈ വെച്ചോണ്ടല്ലോ. എടുത്തോ, താഴെയിട്ടുണ്ട്. വെൽക്കം. ദർശന ഇതൊക്കെ ഇപ്പഴേ വേണോ ദർശന? കല്യാണം കഴിഞ്ഞ വരെ ഇതൊക്കെ? അപ്പൊ എന്തായാലും കണ്ണാപ്പിക്ക് പെണ്ണ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ എന്റെ ആണിനെ വിളിച്ചോണ്ട് വരാം. അപ്പൊ ശരി.